എൻ്റെ ഈശോയെ, അങ്ങ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പദ്ധതികൾ വിശ്വസിക്കുന്നു. അങ്ങൻ്റെ പ്രത്യാശയും വിജയവുമായി കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഇല്ല. എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ രക്ഷകനായും വഴികാട്ടിയായും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾക്ക് എല്ലാം ഉത്തരം ലഭിക്കട്ടെ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ചുറ്റുമുള്ളവർ കാണട്ടെ. എൻ്റെ ദൈവം എന്നെ വിജയത്തിൽ എത്തിച്ചു എന്ന് എന്നെ പരിഹസിച്ചവർ കണ്ടു തല താഴ്ത്തട്ടെ. കർത്താവെ, എനിക്ക് വിജയം നൽകണമേ. ഇന്ന് എന്നിൽ ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ശരിയായി ചെയ്യുവാൻ വേണ്ട ജ്ഞാനം എനിക്ക് നൽകണമേ. അങ്ങയുടെ ശക്തിയും സന്തോഷവും എന്നിൽ നിറയട്ടെ. അങ്ങയുടെ കണ്ണുകൾ സദാ എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം എനിക്ക് ഉരുക്കുകോട്ടയായി നിലകൊള്ളട്ടെ. ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴേക്കിറക്കി. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെയാണ്. ഇവിടെ ശ്രദ്ധേയമായ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, തളർവാദ രോഗിയെ മേൽക്കുര പൊളിച്ച് താഴേക്കിറക്കുന്നവരുടെ വിശ്വാസം. രണ്ടാമതായി, ആ തളർവാദ രോഗിയുടെ വിശ്വാസം. മൂന്നാമതായി നാം കാണുക ആ വീടിൻ്റെ ഉടമസ്ഥൻ, പലപ്പോഴും നാം എടുത്തു പറയാത്ത ഒരു വ്യക്തി. തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ട് ആ വീടിൻ്റെ മേൽക്കൂര പൊളിക്കുവാൻ അനുവാദം കൊടുത്ത ആ ഉടമസ്ഥൻ. ഇവരുടെയെല്ലാം വിശ്വാസം കണ്ടുകൊണ്ടാണ് ഈശോ ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നത്. എന്നാൽ നന്മ കാണുമ്പോൾ കുറ്റപ്പെടുത്തുകയും മുറുമുറുക്കുകയും ചെയ്യുന്നവരെ അന്നും ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അന്ന് കുറ്റപ്പെടുത്തിയത് നിയമജ്ഞരായിരുന്നു. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആ തളർവാദി രോഗിയുടെ വിശ്വാസം പോലെ വിശ്വാസം ലഭിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്നത്തെ സുഹൃത ജപം. ഈശോയെ, ഉറച്ച വിശ്വാസം നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. റോസാ പൂവേ, റോസാ പൂവേ, സ്വർഗീയ റോസാ പൂവേ, റോസാ പൂവേ, റോസാ പൂവേ, സ്വർഗീയ റോസാ പൂവേ, ലെബനോനിൽ നിറയും ലില്ലിപ്പൂവേ, ഗാഗുൽ തായിലെ നൊമ്പരമേ, ഗാഗുൽ തായിലെ നൊമ്പരമേ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്നു നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്നേഹപിതാവായ ദൈവമേ, ഒരു പുതിയ ദിവസത്തേക്ക് ഞങ്ങളെ വിളിച്ചുണർത്തിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തെ അവിടുത്തെ സകല നന്മകളാലും സമ്പന്നമാക്കിയതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പിതാവായ അങ്ങയിൽ പൂർണ്ണമായ വിശ്വാസവും ശരണവും അർപ്പിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളായ ഞങ്ങളുടെ ഈ ദിവസത്തെയും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വരെയുള്ള ജീവിതത്തിൽ ഞങ്ങൾക്കു നിലനിൽക്കാനുള്ള ശക്തിയും സ്നേഹവും പ്രദാനം ചെയ്ത് അവിടുത്തെ നന്മയും കാരുണ്യവുമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് എപ്പോഴും ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനും ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്നവനും സദാ ഞങ്ങളെ പാലിക്കുന്നവനുമാണല്ലോ. മുന്നോട്ടുള്ള ഞങ്ങളുടെ ഈ ജീവിതയാത്ര എത്ര നശ്വരവും നിസ്സാരവുമെന്ന് തോന്നിയാലും എത്രയധികം കഷ്ടപ്പാടുകളും നിറഞ്ഞതാണെന്ന് അനുഭവപ്പെട്ടാലും അവിടുത്തെ കരം ഞങ്ങളുടെ സഹായത്തിനുണ്ടെന്നും അവിടുന്ന് തന്നെ ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും
ചെയ്യുമെന്നുമുള്ള വിശ്വാസത്തിലും ശരണത്തിലും ഓരോ നിമിഷമുണ്ടാകുന്ന ജീവിത പരീക്ഷണങ്ങളിൽ കൂടി ശാന്തമായും സമാധാനമായും കടന്നു പോകാൻ അവിടുത്തെ കൃപയിലും കരുണയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ. തിരുഹിതത്തിന് അനുരൂപമായി തീരുവാനുള്ള എല്ലാ പോരായ്മകളും അകറ്റി അവിടുത്തെ സ്നേഹത്തിൻ്റെ നിറവിലും അനുഗ്രഹത്തിലും ഞങ്ങളെ ഇന്നും എന്നേക്കും അങ്ങയിൽ കാത്തരുളുകയും ചെയ്യണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. 2 കൊറിന്തോസ് 1:20 ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്നു തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ആമേൻ എന്നുവെച്ചാൽ അങ്ങനെയായിരിക്കട്ടെ എന്ന് പറയുകയാണ്. എന്നുവെച്ചാൽ അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇതെല്ലാം ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യുത്തരമാണ്. ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവമഹത്വത്തിനാണ് ആമേൻ പറയുന്നത്. ഈ മഹത്വമാണ് കൃപയായി നമ്മളിലേക്ക് ചൊരിയുന്നത്. നമ്മൾ ഹൃദയമിടിപ്പ് കേട്ടിട്ടില്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൃപ നിറയുമ്പോൾ കൃപ ഇങ്ങനെ സ്പർശിക്കുന്നത് കേൾക്കാൻ പറ്റും. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യണം. ഈശോയുടെ വചനങ്ങൾ അറിയാൻ പാടില്ലാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങൾ വചനമുള്ള ഈശോ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. ഹെബ്രായർ 10:23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഉടമ്പടി വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാനുള്ള രണ്ടാമത്തെ എളുപ്പവഴിയാണിത്. ഉടമ്പടിക്ക് വിശ്വാസമല്ല, വിശ്വസ്തതയാണ് വേണ്ടത്. ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കുവാൻ വേണ്ടി ആര് തീരുമാനിച്ചാലും അതിനുവേണ്ടി ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം അബ്രഹാത്തിനെ പോലെ അവനോട് പങ്കുചേർന്ന് അവന് കൂട്ടുപോകും. അതുമാത്രമല്ല, ഉടമ്പടി ആയതുകൊണ്ട് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വരും. ജോഷ്വ 1:9 ഉടമ്പടിയിലെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നമ്മൾ ഏതെല്ലാം മേഖലകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി ഉറപ്പുവരുത്തുന്നുണ്ട്. നിങ്ങൾ ഏതെല്ലാം മൂവ്മെൻറ്റ് നടത്തുന്നതെല്ലാം ദൈവം ഗ്യാരണ്ടി ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു.